ഹായ് ഓൾ, ഇന്ന് നമുക്ക് ചക്ക വെച്ചിട്ട് ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കിയാലോ. ചക്കയുടെ സീസൺ തുടങ്ങുമ്പോഴേക്കും എല്ലാവർക്കും ഒരു കൊതിയാണ് ചക്കപ്പഴം തിന്നാനും ചക്ക പുഴുങ്ങി കഴിക്കാനും പച്ചച്ചക്ക തിന്നാനും ഒക്കെ ആയിട്ട്. ഒരു ചക്ക കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കി പല വീടുകളിലേക്കും ഷെയർ ചെയ്തൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യും. പക്ഷെ കുറച്ചായി കഴിയുമ്പോഴേക്കും ചക്ക എല്ലാവർക്കും ഒരു മടുപ്പാണ്. അയ്യോ ചക്കയോ വേണ്ടേ വേണ്ടാന്ന് പറയും. ഈ ചക്കയോട് മടുപ്പ് തോന്നാൻ ആ ഒരു സമയമുണ്ടല്ലോ, അന്നേരം ഇപ്പോൾ ചക്കയുടെ കളിയോട് കളിയായിരിക്കും. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പുഴുങ്ങി കഴിക്കണോ പഴം കഴിക്കണോ, ആർക്കും വേണ്ട അങ്ങോട്ട്. അപ്പോൾ ചക്കയോട് മടുപ്പ് തോന്നാത്ത രീതിയിൽ, ഒരിക്കലും ചക്കയോട് മടുപ്പ് തോന്നാത്ത രീതിയിൽ പിന്നെയും പിന്നെയും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്കിതങ്ങ് ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്ക അതേ നീളത്തിലരിഞ്ഞ്, പച്ചച്ചക്കയാണ് കേട്ടോ. ഈ ചക്ക നീളത്തിലരിഞ്ഞത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ശക്കലം ചക്കയെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പുഴുങ്ങാനായിട്ട് അരിഞ്ഞ ചക്കയായിരുന്നു. ആ കൂട്ടത്തിൽ കുറച്ച് ഇതാണ്ട് ഇങ്ങനെ അരിഞ്ഞൊന്ന് മാറ്റി വെച്ചതാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കണമായിരുന്നു. അതുകൊണ്ട് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ലാത്തത് കൊണ്ട് ആദ്യം കുറച്ചൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും സൂപ്പർ സംഭവമായിരുന്നു. പാത്രം കാലിയായ വഴിയേ അറിഞ്ഞില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ചക്ക ഇങ്ങനെ തന്നെ അരിയണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. ഇതിനേക്കാളും കനം കുറച്ചോ കനം കൂട്ടിയോ വേറെ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. നമ്മൾ പുഴുങ്ങാനായിട്ട് ചക്ക അരിയുമല്ലോ, അപ്പോൾ ആ രീതിയിൽ അരിഞ്ഞാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണിന് മേലെ, ഇത്രയും ചക്കയിലേ ഉള്ളൂ, അപ്പോൾ അതിനൊരു 1/4 ടീസ്പൂണിന് മേലെ ഉപ്പിട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങ് വെക്കുകയാണ് കേട്ടോ. ഈ ഉപ്പൊക്കെ ഒന്ന് ഈ ചക്കയിലേക്കൊന്ന് പിടിക്കണം. ഈ ചക്കയങ്ങ് ഉപ്പിട്ട് മിക്സ് ചെയ്യാൻ നേരത്തുണ്ടല്ലോ, ഒത്തിരി അമർത്തി അങ്ങ് മിക്സ് ചെയ്യുമൊന്നും വേണ്ട കേട്ടോ. കുറച്ച് മയത്തോടെ വേണം വെച്ച് കഴിഞ്ഞാൽ ചക്ക നമ്മൾ ഈ അരിഞ്ഞിരിക്കുന്നുണ്ടല്ലോ പിന്നെ പൊട്ടിപ്പോകാതെ ഒന്ന് സൂക്ഷിക്കണം. പിന്നെ ഇത് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം മാക്സിമം ഒരു അരമണിക്കൂർ, ഒരു 15 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, ഒന്ന് മൂടി മാറ്റി വെച്ചേക്കുക. അതങ്ങ് മൂടി വെച്ചിട്ട് നമുക്ക് വേറെ കുറച്ച് പണികളുണ്ട് കേട്ടോ. കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞെടുക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ഈ ഇതൊന്ന് മൂടി വെച്ചിട്ട് പച്ചക്കറികൾ ആവശ്യത്തിനുള്ളതൊക്കെ അങ്ങ് അരിഞ്ഞെടുത്തു. എന്നിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായി കഴിഞ്ഞപ്പം ഒരിത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഒരു അരമുറി സവോള, ഒരു ചെറിയ സവോളയുടെ അരമുറി എടുത്തിട്ടുള്ളൂ, പിന്നെ ഒരു കുഞ്ഞി ക്യാരറ്റ്, പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാബേജ്, പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗം, വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം. ഇത്രയും പച്ചക്കറികളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്രയും ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്തും ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനിയിപ്പം പച്ചക്കറികൾ വേറെ ടൈപ്പ് പച്ചക്കറികൾ ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെയൊക്കെ ചേർക്കാം. നമ്മൾ ഈ നൂഡിൽസൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് കുറേ പച്ചക്കറികളൊക്കെ ചേർക്കുമല്ലോ, അപ്പോൾ അതുപോലെയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മിനിറ്റ് നേരത്തിന് ലോ ഫ്ലെയിമിലൊന്ന് മൂടി വെച്ചേക്കുക കേട്ടോ. ഇതങ്ങ് വെന്തുടഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ട് ഇത് 1 മിനിറ്റിന് ശേഷം ഇത് തുറന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ പച്ചക്കറികളൊക്കെ ഒന്നുണ്ടല്ലോ ഒന്ന് സൈഡിലേക്ക് ഒന്ന് വകഞ്ഞ് മാറ്റി വെക്കുക. ഇതിനകത്ത് ഞാൻ കുറച്ചുകൂടി സാധനങ്ങൾ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. മുട്ട പൊട്ടിച്ചൊഴിക്കുക എന്ന് കേട്ട് കഴിയുമ്പോഴേക്കും വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ചെയ്യാം. ഇനിയിപ്പം നോൺ വെജ് കഴിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പച്ചക്കറി മാത്രം, കൂടുതൽ ടൈപ്പ് പച്ചക്കറികൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പം മുട്ട ഒഴിച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ചിക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് മുട്ട ഒഴിക്കാതെ വേറെ സെപ്പറേറ്റ് ആയിട്ട് വേറെ പാത്രത്തിൽ മുട്ട ചിക്കി എടുക്കാനുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആണ് ചെയ്യുന്നത് ഇഷ്ടം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. മുട്ട നല്ലതുപോലെ ചിക്കി കഴിയുമ്പം നമ്മൾ മൂടി വെച്ചിരുന്ന ആ ചക്കയുണ്ടല്ലോ, ഉപ്പൊക്കെ തിരുമ്മിയിട്ട് മൂടി വെച്ചിരുന്ന ചക്ക, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാകും ചക്കയിൽ. പിന്നെ ഞാൻ ചേർക്കുന്ന ഒരിത്തിരി ചിക്കനാണ് കേട്ടോ. ചിക്കൻ വേവിച്ചതിൻ്റെ കുറച്ച് ഞാൻ എടുത്തിട്ട് കുനുകുനാന്ന് പറഞ്ഞ് നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. നമ്മുടെ വറ്റൽ മുളക് മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്തതാണ്. ഈ മുളകിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെ എരിവിന് ആവശ്യത്തിന് എടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂണിന് മേലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും അങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നല്ലതുപോലെ അങ്ങ് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ തീ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഒരു സമയത്ത് തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഞാനിതിലേക്ക് വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഉപ്പും പിന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ആദ്യം പച്ചക്കറി വഴറ്റണ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചക്കയിൽ ഉപ്പ് തിരുമ്മി വെച്ചതാണ്. ചിക്കൻ ആണെങ്കിൽ ഞാൻ വേവിക്കാൻ നേരത്ത് ഉപ്പും മസാലയൊക്കെ ഇട്ട് വേവിച്ച് ചിക്കനായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇതിനിപ്പം നമ്മൾ വാങ്ങാൻ നേരത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അന്നേരം ചേർത്ത് കൊടുത്താൽ മതിയാവും.
ഇതിങ്ങനെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് നേരത്തെ തന്നെ മൂടി വെച്ചാൽ മതിയാകും. ചക്കയ്ക്ക് അങ്ങനെ അധികം വേവൊന്നുമില്ലല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടണതല്ല ചക്ക. ഇനിയിപ്പോൾ ഒത്തിരി വേവുള്ള ചക്കയാണെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ സാധാരണ ചക്ക ഇങ്ങനെ പച്ചക്കൊക്കെ തിന്നണതല്ലേ. വെള്ളം കുറവുള്ള ചക്കയാണ് നമ്മൾ സാധാരണ പുഴുങ്ങാൻ നേരത്ത് വെള്ളമൊക്കെ കൂടുതൽ ഒഴിക്കുന്നതാണെന്ന് വിചാരിച്ച് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് അവസാനം നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടണം കേട്ടോ. ഒരുപാട് ഡ്രൈ അല്ല, നല്ല മയമുള്ള ഒരു ഡ്രൈനെസ് ഉണ്ടല്ലോ, അങ്ങനെ തന്നെ കിട്ടണം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് മൂടി വെക്കുമെന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കിയൊക്കെ കൊടുക്കണം. അടി പിടിക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാൻ നേരത്തെ ഒന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറവാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ 5 മിനിറ്റ് മൂടി വെച്ച് പിന്നെ തുറന്ന് ഇളക്കിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ദാണ്ട് നമ്മളുടെ ചക്ക കൊത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചക്ക കൊത്തും തന്നെയാണെന്ന് തോന്നുന്നു ഇത് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ പേരിട്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ വേറെ ആൾക്കാരുടെ, അതായത് മലയാളത്തിലുള്ളതല്ല, വേറെ ഭാഷയിലുള്ള റെസിപ്പി നോക്കിയിട്ട് ഞാൻ ട്രൈ ചെയ്തതാണ്. അപ്പോൾ അതിൽ ചക്ക കൊട്ടൂന്നോ ചക്ക കൊത്തൂന്നോ അങ്ങനെ എന്തോ ആണ് എഴുതിയിരിക്കുന്നത്. KOTTU എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാനതിനെ ചക്ക കൊത്തൂന്ന് അങ്ങ് വായിച്ചു. എങ്ങനെ വായിച്ചാലും ഇതിൻ്റെ രുചിയുണ്ടല്ലോ, അത് അപാരം തന്നെയാണ് കേട്ടോ. ഇവിടെ പാത്രം കാലിയായ വഴി അറിഞ്ഞില്ല കേട്ടോ. പിന്നെയും പിള്ളേരൊക്കെ ചോദിച്ചുകൊണ്ട് വരുമായിരുന്നു. അവരൊക്കെ ചുമ്മാ വന്ന് കൈക്കകത്ത് വാരി എടുത്തുകൊണ്ട് പോകുമായിരുന്നു തിന്നോണ്ടേ. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ മലയാളികൾ സാധാരണ ഇങ്ങനെ ഉണ്ടാക്കാറില്ല എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊക്കെ നിർബന്ധമായിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടും. പച്ചക്കറി മാത്രം കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് ചെയ്യാം. പിന്നെ എന്തൊക്കെ ഇട്ട് കഴിഞ്ഞാലും ചക്ക വേണം മുന്നിൽ നിൽക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങൾ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ ബൈ.